ഒരു BJP-കാരൻ ചങ്കും പിരിച്ചു നിന്നു ജോസ് കെ മാണിയുടെ പാർട്ടിയെ രാഷ്ട്രീയമായി കുഴിച്ചു മൂടിയ ദിവസമാണിന്ന് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മനസ്സിലായോ? ഇല്ല. പാലായിൽ ഇന്ന് നഗരസഭാ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുകയാണ്. ദിനു പുളിക്കക്കണ്ടത്ത് എന്ന് പറയുന്ന 21 വയസ്സുകാരി പാലാ നഗരസഭയുടെ അധ്യക്ഷയാവുന്നു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ. പണ്ട് മേയർ കുണുവാവ എന്ന് പറഞ്ഞതുപോലെ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇത് വളരെ കൃത്യമായി മറ്റേത് പൊളിറ്റിക്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്സ് അറിഞ്ഞുകൂടാത്ത ഒരു മരപ്പാഴ്. ഇതങ്ങനെയല്ല. 21 വയസ്സുകാരി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ എക്കണോമിക്സിൽ പഠിച്ച ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു പെൺകുട്ടി. ഇതിനകത്തൊരു കഥയുണ്ട്. അപ്പോൾ പ്രിയൻ എന്താ ചോദിക്കാത്തത്? BJPക്ക് എന്താ പങ്കെന്ന്? BJPക്ക് പങ്കുണ്ട്. ബിനു പുളിക്കക്കണ്ടത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ ചിഹ്നത്തിൽ പാലായിൽ മത്സരിച്ച് ജയിച്ച, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച ഏക കൗൺസിലറായിരുന്നു ബിനു പുളിക്കക്കണ്ടത്തിലായിരുന്നു. ഈ ദിയ പുളിക്കക്കണ്ടത്തിൻ്റെ അച്ഛൻ ബിനു ആയിരുന്നു അവിടെ നഗരസഭാ അധ്യക്ഷനാവേണ്ടിയിരുന്നത്. പക്ഷേ ജോസ് കെ മാണി പറഞ്ഞു, ഇയാളെ ഘടകകക്ഷിയാണല്ലോ, കേരള കോൺഗ്രസ് പറഞ്ഞു, ജോസ് കെ മാണി പറഞ്ഞു ഇയാളെ ഒരിക്കലും ആക്കാൻ പറ്റില്ല. കാരണം ഇയാൾ നഗരസഭാ കൗൺസിലറായിരുന്ന മാണി കോൺഗ്രസ്സിലെ ബൈജു കൊല്ലപ്പറമ്പലിനെ കൗൺസിലിൽ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇയാൾ പഴയ BJP-കാരനാണ്. ഇവൻ്റെ ഉള്ളിൽ CPM ചുവന്ന ഉടുപ്പിട്ട BJP-കാരനാണ് ബിനു പുളിക്കക്കണ്ടത്തിൽ. പക്ഷേ ഇപ്പോൾ UDF അല്ലേ അധികാരത്തിൽ വന്നു? കേൾക്കൂ, ചുവന്ന ഉടുപ്പിട്ട BJP-കാരനാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ജോസ് കെ മാണി ഇപ്പം LDF അല്ലേ? അതെ. ഇപ്പോൾ അവസാനം എന്ത് ചെയ്തു? അങ്ങനെ ബിനു പുളിക്കക്കണ്ടത്തിനെ അന്ന് LDF-ൻ്റെ ചെയർമാനാക്കാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കുഞ്ഞുമാണി സമ്മതിച്ചില്ല. ഞാൻ മാണിയുടെ മകനെന്ന് നടത്തില്ല പറയുന്നത്. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പരാജയം ആരംഭിച്ചത് അവിടെയാണ്. പിന്നീട് പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ബിനു പുളിക്കക്കണ്ടത്തിൽ മറ്റൊരു മാണിക്ക് വേണ്ടി അവിടെ മാണി സി കാപ്പന് വേണ്ടി അവിടെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങി എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസിൻ്റെ ആവശ്യപ്രകാരം ബിനു പുളിക്കക്കണ്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ അതിനുശേഷം വരുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 വാർഡുകളിൽ 14-ാം വാർഡായ പാലാ നഗരസഭയുടെ 14-ാം വാർഡായ പരിപ്പിൽക്കുന്നിൽ ബിനു പുളിക്കക്കണ്ടത്തിൽ മത്സരിച്ചു. 12-ാം വാർഡിൽ ബിനുവിൻ്റെ സഹോദരൻ ബിജു മത്സരിച്ചു. 13-ാം വാർഡിൽ മുരിക്കുമ്പുഴയിൽ ബിനുവിൻ്റെ സഹോദരൻ മത്സരിച്ചു. 12-ാം വാർഡിൽ ബിനുവിൻ്റെ മകൾ ദിയ ബിനു പുളിക്കക്കണ്ടത്തിൽ മത്സരിച്ചു. പാലംപുരയിടം എന്ന് പറയുന്ന സ്ഥലത്ത് 3ഇടത്തും അച്ഛനും മകളും സഹോദരനും ജയിച്ചു. കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായിട്ടുണ്ടാവില്ല. അതായത് 2 മുന്നണികളിലും മത്സരിച്ച് ബിനുവിൻ്റെ മകൾ, ബിനുവിൻ്റെ സഹോദരൻ ജയിച്ചു. അവിടെ ആര് ഭരിക്കണമെന്ന് ബിനു പുളിക്കക്കണ്ടത്തിൽ തീരുമാനിക്കും. അതായിരുന്നു സിറ്റുവേഷൻ. അത് കഴിഞ്ഞ് ബിനു തീരുമാനിച്ചു ഒരു കാര്യം, ജനങ്ങളിനെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന പേരിലാണ് മത്സരിച്ചത്. ഇനി ആരുടെ കൂടെ ആർക്ക് പിന്തുണ കൊടുക്കണമെന്ന് അങ്ങനെ ഇവർ 3 പേരും തീരുമാനിച്ചില്ല. വളരെ സ്വതന്ത്രമായി ജനകീയമായി 12, 13, 14 3 വാർഡിലെ ജനങ്ങളെ വിളിച്ചു കൂട്ടി. എന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ആർക്ക് പിന്തുണ കൊടുക്കണം? ആ വാർഡിലെ ആളുകൾ പറഞ്ഞു, നിങ്ങളെ ഏറ്റവും രാഷ്ട്രീയമായി ഉപദ്രവിച്ചിട്ടുള്ള ആരാണ്? മാണിയാണ്, ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി എവിടെയാണ്? LDF ആണ്. അതുകൊണ്ട് LDF-ൻ്റെ കൂടെ നിൽക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്യണം? UDF-ൻ്റെ കൂടെ നിൽക്കാം, ജനങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ബിനു പുളിക്കക്കണ്ടത്തിലും മകളും സഹോദരനും കൂടി UDF-ന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചു. ഒരു സ്വതന്ത്രൻ കൂടിയുണ്ട്. 4 പേരുടെ പിന്തുണയിൽ UDF-ൻ്റെ നഗരസഭാ അധ്യക്ഷയായി UDF-ൻ്റെ പിന്തുണയോടെ ഇന്ന് ദിയ ബിനു പുളിക്കക്കണ്ടത്തിൽ വരികയാണ്. അപ്പോൾ ഇതിനകത്തൊരു വലിയ രാഷ്ട്രീയമുണ്ട്. കാരണം ഈ പാല എന്ന് പറഞ്ഞാൽ റബ്ബർ പാലിൽ പള്ളി കൊള്ളുന്ന പാല. പിന്നെ അത് പറയുമ്പോൾ പാലായിൽ പാലാഴി എന്ന് പറഞ്ഞൊരു വലിയ ടയർ കമ്പനി ഉണ്ടാക്കുമെന്നും പറഞ്ഞ് മാണി ഉണ്ടായിരുന്ന കാലത്ത് വൻതോതിൽ കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടുണ്ട്. ഈ PC ജോർജ് എല്ലാം ഈ KM മാണിയുടെ പാലാഴി ടയേഴ്സ്, പാലാഴി റബ്ബർ കമ്പനിയുടെ അഴിമതിയൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു 10-25 വർഷം മുമ്പ് വലിയ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ വലിയ തട്ടിപ്പ് നടത്തിയിരുന്നു എന്നാണ് PC ജോർജൊക്കെ അന്ന് ആക്ഷേപിച്ചിരുന്നത്. PC ജോർജ് മാണിയുമായി തെറ്റിപ്പിരിഞ്ഞ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെ പോകാനുള്ള പ്രധാന കാരണങ്ങളൊന്നും പാലാഴി ടയർ കമ്പനിയുടെ, പാലാഴി റബ്ബർ കമ്പനിയുടെ പേരിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നു എന്നാണ് അന്ന് PC ജോർജ് ആക്ഷേപിച്ചത്. പിന്നെ ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണിയുടെ മരണത്തിന് ശേഷം കേരള കോൺഗ്രസ് എന്നുള്ള പാർട്ടിയെ കയ്യിലെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്
രാഷ്ട്രീയമായ സ്ഥിരതയൊന്നുമില്ല. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ അച്ഛൻ്റെ ഒരു കുശാഗ്ര ബുദ്ധിയോ പൊളിറ്റിക്കൽ അവയർനെസ്സോ ഒന്നുമില്ലാതെ തോന്നുന്ന ചില തീരുമാനങ്ങൾ എടുക്കുകയും യുക്തിസഹമല്ലാത്ത തീരുമാനം എടുക്കുകയും രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാതെയും ഇതിൻ്റെ ഭാഗമായിട്ട് പാലായിൽ മാണിയുടെ മകൻ തോറ്റുപോയി. ഇന്ന് കേരള കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലയിൽ അദ്ദേഹം രാജ്യസഭയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ, സ്വന്തം മണ്ഡലത്തിൽ ജനങ്ങൾ നിരസിച്ച ഒരു നേതാവായി കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി നിന്നിരിക്കുന്നു. അതുമാത്രമല്ല, മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയ ശത്രു ബിനു പുളിക്കക്കണ്ടത്തിലാണ്. ബിനു പുളിക്കക്കണ്ടത്തിൽ ജോസ് കെ മാണിയുടെ വീടിരിക്കുന്ന പ്രദേശം ഉൾപ്പെടെയുള്ള സ്ഥലത്തിലെ 12, 13, 14 3 വാർഡുകളിൽ സ്വന്തം സ്ഥാനാർത്ഥി ഒരു വ്യക്തിയാണെന്ന് ഓർക്കണം. അതെ, ഒരു വ്യക്തി അയാൾ മത്സരിക്കുന്നു, മകളെ മത്സരിപ്പിക്കുന്നു, അനിയനെ മത്സരിപ്പിക്കുന്നു, പറ്റുമെങ്കിൽ തോപ്പിക്കട എന്ന് പറയുന്നു. ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം, ഇത് രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. അരാഷ്ട്രീയമൊന്നുമില്ല. അച്ഛനും മകളും അനിയനും മത്സരിച്ച എന്ത് രാഷ്ട്രീയമാണ്. ജോസ് കെ മാണി കേരളത്തിലെ വത്തിക്കാനാണ് പാല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. പാലായിൽ നിന്ന് തീരുമാനങ്ങൾ വരും, പാലായിൽ നിന്ന് തീരുമാനം, പാലാ ബിഷപ്പിനെ കുറിച്ചല്ല, പാലായിൽ നിന്ന് പൊളിറ്റിക്കൽ തീരുമാനം പറഞ്ഞ് കെ എം മാണി തീരുമാനിക്കും. കെ എം മാണിക്ക് ശേഷം ആ കസേരയുടെ വിളുമ്പത്ത് കയറിയിരിക്കുന്ന ആളാണ് ജോസ് കെ മാണി. ജോസ് കെ മാണി തീരുമാനിച്ചാൽ കേരള സംസ്ഥാനത്ത് ഒരു പുല്ലും നടക്കത്തില്ല എന്ന് തെളിയിക്കുന്നതിന് തുല്യമാണ് ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ വിജയം. ഇതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഈ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ കുടുംബം, അയാളും മകളും അനിയനും കൂടി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഭരിക്കുന്ന കക്ഷിയിലെ ഒരു പ്രബല കക്ഷിയായ കത്തോലിക്ക സഭയുടെ പിന്തുണ ഉണ്ടെന്ന് പറയപ്പെടുന്ന കേരള കോൺഗ്രസിൻ്റെ സുപ്രീമോ ആയ ജോസ് കെ മാണിക്ക് എതിരെയുള്ള പകവീട്ടൽ പോലെ പാലാ നഗരസഭയിലെ 3 വാർഡുകൾ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല അവിടെ അധികാരത്തിൽ വരിക. അപ്പോൾ ജോസ് കെ മാണി എന്ന് പറഞ്ഞ എന്താണ്? ബിനു പുളിക്കക്കണ്ടത്തിലെ ചുവന്ന ഉടുപ്പിന് താഴെ എന്തുണ്ട്? കാവിയുണ്ട്. ഒരു BJP-കാരനുണ്ടെന്നാണ് പറഞ്ഞത്. BJP-കാരൻ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ച ശരിയാണ്. ബിനു പുളിക്കക്കണ്ടത്തിൽ DIC പോയിട്ടുണ്ട്. കെ എം മാണിയോടുള്ള അല്ലെങ്കിൽ ജോസ് കെ മാണിയോടുള്ള ശത്രുത കൊണ്ടാണ്. അവിടെ നിന്ന് പിന്നീട് തോറ്റി കോൺഗ്രസ്സിൽ പോയിട്ടുണ്ട്, BJP പോയിട്ടുണ്ട്. BJP-കാരനായിരുന്നു. BJP നിന്നിട്ടും ജോസ് കെ മാണിയോട് അങ്ങ് മല്ലടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ജോസ് കെ മാണിയോട് മല്ലടിക്കാൻ വേണ്ടിയിട്ട് CPM പോയി. അപ്പോൾ CPM-ൻ്റെ കൂടെ മുന്നണിയായിട്ട് ജോസ് കെ മാണി പടക പഠിച്ച് പന്തളത്തി നിന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെയായി. എന്നിട്ട് CPM പോലെയുള്ള അദ്ദേഹം കരുതി, അന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ട്, ആത്മാഭിമാനമുള്ള അന്തസ്സുള്ള സഖാക്കളുടെ മനോവീര്യം സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് CPM എന്ന് കരുതി. പക്ഷേ ജോസ് കെ മാണി വിരട്ടിയപ്പോൾ അടിവസ്ത്രത്തിൽ മൂത്രം ഒഴിച്ച പാർട്ടിയായിട്ട് CPM മാറുകയും ജോസ് കെ മാണിയുടെ നെറികേടുകൾക്കെതിരെ, കേരള കോൺഗ്രസിൻ്റെ നെറികേടുകൾക്കെതിരെ നിലപാടെടുത്തതിന് പാർട്ടിയെ ഭീഷണിപ്പെടുത്തി പാർട്ടി പ്രവർത്തകനെ, പാർട്ടി കൗൺസിലറെ CPM പുറത്താക്കി. അവിടുത്തെ CPM-കാർക്ക് കടുത്ത അമർഷമുണ്ട്. കാരണം പാലായിൽ ഇപ്പം ഇങ്ങനെ ചില മണ്ഡലങ്ങളുണ്ട് CPM ഇങ്ങനെ ഘടകകക്ഷികൾക്ക് കൊടുത്തിരിക്കുന്ന മണ്ഡലങ്ങൾ. അവിടെ അവരെന്ത് ചെയ്യുന്നു അറിയാം? അവർ CPM-ൻ്റെ ജോസ് കെ മാണി അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിൽ CPM-ൻ്റെ ഓടൂടെ കിട്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെയല്ല. പിന്നെ അവർ ഭരിക്കുന്ന മുഴുവൻ ഷാജി പറഞ്ഞ പോലെയാണ്. നമുക്ക് ഭരണം കിട്ടിയാൽ, നമുക്ക് അധികാര സ്ഥാനം കിട്ടിയാൽ, MLA സ്ഥാനം കിട്ടിയാൽ, MP സ്ഥാനം കിട്ടിയാൽ നമ്മൾ നമ്മുടെ സമുദായത്തിന് വേണ്ടി ചെയ്യുമെന്ന് പറയുന്ന പോലെ പിന്നെ കേരള കോൺഗ്രസ്സുകാർ മാത്രം മതി. CPM-ന് പുല്ലുവിലയാണ്. അതിനെതിരെ അവിടുത്തെ CPM-കാർക്ക് പ്രതിഷേധമുണ്ട്. അവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ പ്രതീകമായിരുന്നു ബിനു പുളിക്കക്കണ്ടത്തിൽ. അങ്ങനെ വന്ന ബിനുവിനെ പുറത്താക്കിയപ്പോൾ ബിനു തകർന്നു. എൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് ഒന്ന് മീശ ഉറയ്ക്കുകയും മൂത്രമൊഴിക്കുകയും സ്വന്തം പ്രവർത്തകനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഏക അംഗത്തെ പുറത്താക്കുകയും ചെയ്യുന്ന പാർട്ടിയാണോ എന്ന് ബിനു തിരിച്ചറിയുകയും ഉറക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചെറിയ ന്യൂനപക്ഷ സമ്മർദ്ദ ശക്തികളുടെ അടിമപ്പണി ചിലയിടത്തെങ്കിലും ആര് ചെയ്യുന്നുണ്ട്? CPM ചെയ്യുന്നുണ്ട്. ആ CPM-ൻ്റെ അതിനെതിരെ CPM-ൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപം കൂടിയാണ് ബിനു പുളിക്കക്കണ്ടത്തിൽ. ഒരുപാട് CPM-കാർ ബിനുവിനാണ് വോട്ട് ചെയ്യുന്നത്. പാർട്ടി മെമ്പർമാർ ബിനുവിന് വോട്ട് ചെയ്യുന്നുണ്ട്. ബിനുവിനെ അങ്ങനെ അതുകൊണ്ടാണ് തോൽപ്പിക്കാൻ പറ്റാത്തത്. കോൺഗ്രസ്സിലുള്ള ആളുകളുണ്ട്. കാരണം കോൺഗ്രസ്സുകാർക്കും അവിടെ പാല എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ആണ് വലിയ സംഭവം എന്ന് പറഞ്ഞിരിക്കുക. അവരാണ് തീരുമാനിക്കുന്നത്. പാലായിലെ ഒന്നാമത്തെ പാർട്ടി അല്ല കേരള കോൺഗ്രസ്. പക്ഷേ പാലായിലെ ഒന്നാമത്തെ പാർട്ടി, പാലായുടെ അവസാനത്തെ വാക്ക് ഞങ്ങളാണെന്ന് ധരിച്ച് മറ്റുള്ളവരുടെ രാഷ്ട്രീയമായി എടുക്കുന്ന ഒരു വിരുദ്ധ നിലപാടുണ്ടല്ലോ, അത് KM മാണി സാർ ഉണ്ടായിരുന്നപ്പോൾ ചെയ്യില്ലായിരുന്നു. പക്ഷേ ആ തരത്തിൽ ഉള്ള ഒരു പ്രാക്ടീസ് ചെയ്യാൻ ജോസ് കെ മാണിക്ക് കഴിയുന്നില്ല. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയമായ വീഴ്ചയാണ്, അധപ്പതനമാണ്, ഒരുപക്ഷെ രാഷ്ട്രീയമായ കുഴിവെട്ടി മൂടലാണ് ഇന്ന് അവിടെ ദിയ പുളിക്കക്കണ്ടത്തിൽ അവിടെ നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുക്കുന്നത്. എത്ര വലിയ രാഷ്ട്രീയമായ നാണക്കേടാണ്, അപമാനമാണ് ജോസ് കെ മാണിക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു BJP-കാരൻ തുനിഞ്ഞിറങ്ങി നിന്നാൽ
ജോസ് കെ മാണി എന്ന് പറഞ്ഞ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്ന കെ എം മാണിയുടെ മകനെ, ആ പ്രസ്ഥാനത്തെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയും. പക്ഷേ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഒരു BJP-കാരനുണ്ടെങ്കിൽ അതൊരു BJP-കാരന് മാത്രം പറ്റുന്ന കാര്യമാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് PV സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരാളാണ്. PV സുകുമാരൻ നായർ ഏതാണ്ട് 40 വർഷത്തോളം കേരള കോൺഗ്രസിൻ്റെ പാലാ നിയോജക മണ്ഡലം വൈസ് പ്രസിഡൻ്റായിരുന്നു. മാണിയുടെ KM മാണിയുടെ വിശ്വസ്തൻ. അതുകൊണ്ടാണല്ലോ തൻ്റെ മണ്ഡലത്തിൽ, പാലാ നിയോജക മണ്ഡലത്തിൽ ഒരു ഹിന്ദുവിനെ തൻ്റെ പാർട്ടിയുടെ വൈസ് പ്രസിഡൻ്റാക്കി 40 വർഷത്തോളം KM മാണി കൊണ്ടു നടന്നത്. അങ്ങനെ വിശ്വസ്തനായിരുന്ന PV സുകുമാരൻ നായരുടെ മകനാണ് ബിനു പുളിക്കക്കണ്ടത്തിൽ കൂടി എന്നുകൂടി പറയണം. പറഞ്ഞാലേ ഈ കഥയ്ക്ക് ഒരു ഗുമ്മുണ്ടാവൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ചാനൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്, നിങ്ങൾ ഉൾപ്പെടെ. മറ്റ് മാധ്യമങ്ങൾ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ നിങ്ങളോട് പറയുന്നുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, വലിയ സന്തോഷമാണ്. പക്ഷേ ഒരു സഹായം നിങ്ങളിൽ നിന്ന് വേണം. സഹായം എന്ന് പറയുന്നത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അമർത്തണം. അത് ചാനലും തുറന്നാൽ മതി. ഇപ്പുറത്ത് നമ്മുടെ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഉണ്ട്. ലോഗോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചാനൽ തുറന്നു വരും. അതിൽ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ അമർത്തുക. തൊട്ടുപുറത്ത് ഒരു ബെല്ല്, ഒരു മണിയുടെ ചിത്രം കൂടി, അവിടെ കൂടി ഒന്ന് വിരലമർത്തുക. സഹായിക്കുക. ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. സൗജന്യമാണ്. ഒറ്റ മിനിറ്റ് മതി.